നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ശിരൂർ ദൗത്യം ഇന്ന് നിർണായകം. റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു. CP4-ലാണ് 4ാം നാളിലെ ആദ്യഘട്ട തെരച്ചിൽ. ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഗംഗാവലി പുഴയിൽ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലും നടക്കുന്നു. തൃശൂർ പൂരം കലക്കലിൽ വിശദ അന്വേഷണത്തിന് നിർദ്ദേശം. ADGPയുടെ റിപ്പോർട്ട് DGP അംഗീകരിച്ചു. തുടർ നടപടി നിർദ്ദേശിച്ച് DGP. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി കേസെടുത്ത് അന്വേഷിച്ചേക്കും. അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേത്. പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അജിത് കുമാർ. തിരുവമ്പാടി ദേവസ്വത്തിന് ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചു എന്ന പോലീസ് നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. പൂരം നിർത്തുന്നതിനായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് ആസൂത്രിതം. ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ട്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് CPI-യുടെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് തലക്കെട്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണ്. ക്രമസമാധാന പാലനത്തിലെ അനുഭവ സമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശനം. ജനയുഗം പത്രത്തിൽ വന്ന കാര്യം വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് TP രാമകൃഷ്ണൻ. CPI-യുടെ അഭിപ്രായം മുൻകൂട്ടി കണ്ട് ചർച്ച ചെയ്യാനാവില്ലെന്നും TP രാമകൃഷ്ണൻ. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മകൾ ആശ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. MM ലോറൻസിന്റെ മരണം വിവാദങ്ങൾക്കുള്ള മനഃപൂർവമായ ശ്രമം ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയെന്ന മകൻ. ആശയെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് അവമതിപ്പുണ്ടാക്കുന്ന പ്രചാരണം നടത്തുകയാണ്. ആശ ചെയ്യുന്ന കാര്യങ്ങളിലും ഫേസ്ബുക്ക് പോസ്റ്റിലുമെല്ലാം ചിലരുടെ ഇടപെടലുണ്ട്. ആശയുടെ ഭാഗത്തു നിന്ന് നേരത്തെയും ഇത്തരം ശ്രമങ്ങളുണ്ടായി. ഇടതുപക്ഷത്തെ തകർക്കാനാണ് ഇത്തരം ചെറിയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും മകൻ ന്യൂസ് 18നോട്. തൃശൂർ വാണിയംപാറയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ. വാണിയംപാറയിൽ നിന്നും മണിയൻ കിണറിലേക്ക് പോകുന്ന വഴിയിലാണ് ജഡം കണ്ടെത്തിയത്. ഫോറൻസിക് സമീപത്തായി ചെരിഞ്ഞ നിലയിലായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബഫർ സോൺ വിഷയത്തിൽ ഇടതുപക്ഷം മലയോര മേഖലയിലെ ജനങ്ങൾക്കൊപ്പം എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. ഉമ്മൻ റിപ്പോർട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഭാഗം ഉൾപ്പെടുത്താൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. കർഷകരെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. താമരശ്ശേരി ബിഷപ്പുമായി താൻ സംസാരിച്ചുവെന്നും TP രാമകൃഷ്ണൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് AK ശശീന്ദ്രനെ മാറ്റാനുള്ള PC ചാക്കോ തോമസ് K തോമസ് വിഭാഗത്തിന്റെ ശ്രമം പാളുന്നു. പാർട്ടിയിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉറപ്പാക്കി AK ശശീന്ദ്രൻ. തോമസ് K തോമസിനെ കേന്ദ്ര നേതൃത്വം പിന്തുണച്ചാൽ പാർട്ടി പിളരുമെന്ന മുന്നറിയിപ്പ്. ശശീന്ദ്രന്റെ നീക്കം മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും പിന്തുണയോടെയെന്നും സൂചന. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ച് കോൺഗ്രസ്. ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രതിഷേധ കൂട്ടായ്മയാണ് സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയിലെ 26 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ഒഴികെയുള്ള 256 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാകും പ്രതിഷേധ കൂട്ടായ്മ. 28-ന് തൃശൂരിൽ മഹാപ്രതിഷേധ സമ്മേളനം നടക്കുന്നതിനാലാണ് 24-ലെ പരിപാടിയിൽ നിന്ന് തൃശൂരിനെ ഒഴിവാക്കിയത്. പീഡനക്കേസിൽ പ്രതിയായ പ്രൊഡക്ഷൻ കൺട്രോളർ ജീവനൊടുക്കിയ നിലയിൽ. ഈ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. മരിച്ചത് തിരുവനന്തപുരം സ്വദേശി ഷാനു. സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന പരാതിയിലെ പ്രതിയാണ് ഷാനു. കൊച്ചിയിലെ ലോഡ്ജിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 15 വയസ്സുകാരനെ കാണാതായതായി പരാതി. പാറശാല സ്വദേശി ആദിത്യൻ J സതീശനെയാണ് ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ കാണാതായത്. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. വിവരം ലഭിക്കുന്നവർ അച്ഛന്റെ മൊബൈൽ നമ്പറായ 7293751744 അറിയിക്കണം.
UN-ലെ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തിന് അമേരിക്കയുടെ പിന്തുണ. ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനെ എതിർക്കില്ലെന്ന US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. UN സ്ഥാപിതമായ 40കളിലെ സാഹചര്യം മാറി. ഇന്ത്യക്ക് പുറമെ ജർമ്മനി, ജപ്പാൻ എന്നിവയ്ക്കും അംഗത്വം നൽകണം. UN സുരക്ഷാ സമിതി വിപുലീകരിക്കണമെന്നും US ഭാവിയിലേക്കുള്ള ഉച്ചകോടിയിൽ നിലപാടറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറെന്ന സൂചന നൽകി ഇന്ത്യ. ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടന്ന ചർച്ചയിലാണ് മോദി സൂചന നൽകിയത്. ഡിജിറ്റൽ ഗവേണൻസ് ആണ് കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് UN ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഭാവിക്ക് വേണ്ടത് മനുഷ്യ കേന്ദ്രീകൃത സമീപനമാണ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. അതിന് ഭാരതം പ്രതിജ്ഞാബദ്ധമാണ്. ലോകത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണമെന്നും നരേന്ദ്രമോദി. ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാവുന്നു.